അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു jasnas സ്പൈസസ്. അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രോൺസ് സിസിലേഴ്സ്. ഇത് കൂടുതലും വെജിറ്റബിൾസ്, അതിൻ്റെ കൂടെ ചിക്കനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോൺസ് വേണേൽ പ്രോൺസും യൂസ് ചെയ്യാം. ഞാനിന്നിവിടെ ചെയ്യുന്നത് പ്രോൺസിലാണ്. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചപ്പോൾ ചിക്കനിലാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷും ഒരു വെറൈറ്റി ഫ്ലേവറുമാണ്. അപ്പോൾ വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാൻ ഇവിടെ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ടൈപ്പ് ചെമ്മീനാണ്. അത് ഇതുപോലെ നടുവിൽ കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ചെമ്മീനാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെമ്മീൻ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ബ്രൊക്കോളി, അതുപോലെ ക്യാരറ്റ്. പിന്നെ കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ബീൻസ്, അതുപോലെ പൊടികൾ എടുത്തിട്ടുള്ളത് ഓണിയൻ പൗഡർ, അതുപോലെ ഗാർലിക് പൗഡർ. പിന്നെ എടുത്തിട്ടുള്ളത് വൈറ്റ് പെപ്പർ പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് പെപ്പർ പൗഡറുണ്ട്, അത് മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് ക്യാബേജ്, ഇതുപോലെ വലിയ പീസ് ക്യാബേജുകൾ എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. 8 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 4 ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർക്കാതെ വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ വേണ്ടത് ബട്ടറാണ്. നമ്മൾ ഇതൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത് ബട്ടറിലാണ്. ഇതിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ചേർക്കുന്നേ ഇല്ല. അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായി ക്ലീനാക്കി വെച്ചിട്ടുള്ള പ്രോൺസ് ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇതിൽ വേറെ എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. വേറൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി കൂടെ ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ബ്രൊക്കോളിയാണ്. വെജിറ്റബിൾസൊന്നും നമ്മൾ അധികം വേവിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നേ ഉള്ളൂ. അത് വേവിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളിയെല്ലാം പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളും. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്ത് ക്യാരറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ക്യാരറ്റിന് കുറച്ചും കൂടെ ഒരു ടൈം എടുക്കും. അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളും. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ക്യാരറ്റും റെഡി ആയിട്ടുണ്ട്, അതും കൂടെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്ത് ഗ്രീൻ പീസും അതുപോലെ ബീൻസും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഫ്രഷ് ഗ്രീൻ പീസ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ സൈഡിൽ നിന്ന് നമ്മൾ ചെമ്മീനൂടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഗ്രീൻ പീസും ബീൻസും നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ബ്രൊക്കോളിയും ക്യാരറ്റും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് എടുത്ത് വെച്ചിട്ടുള്ള പൊടികളും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ പൊടികളൊന്നും ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റിൻ്റെ ശേഷം തുറന്നതിന് ശേഷം അതിലേക്ക് ഡ്രൈ ഹെർബ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെജിറ്റബിൾസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ആ സെയിം പാനിൽ തന്നെ ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിട്ട് നന്നായി ഉടച്ചെടുക്കാം.
അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റും കൂടെ വരുമ്പോഴാണ് ആ വെജിറ്റബിൾസിനും പ്രോൺസിനും നല്ല ടേസ്റ്റ് വരുന്നത്. അതിലേക്ക് കുറച്ച് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ വൈറ്റ് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ല ക്രീമി ആയിട്ട് ഇത് കുറച്ച് ടൈം ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്രീമി ആയിട്ട് വന്നോളും. അങ്ങനെ പൊട്ടറ്റോ നന്നായി ക്രീമായി വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ആ സെയിം പാനിൽ തന്നെ കാബേജിൻ്റെ ലീഫൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചിലതൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ചൊരു വലിയ പീസായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാ കാബേജിൻ്റെ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി സോസ് കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുമ്പോൾ അവർ ഇത് തരുന്നത് സിസിലേഴ്സിൻ്റെ തന്നെ ഒരു പാനിലാണ്. കുറച്ചൊരു കട്ടിയുള്ള ഒരു പാനാണ് വരുന്നത്. അതിനുശേഷം അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും സൈഡിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസും നമ്മൾ അധികം വേവിച്ചെടുത്തിട്ടില്ല. ഈ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു ഡിഷ് കഴിക്കേണ്ടത്. അതിലേക്ക് സൈഡിൽ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് കൂടെ ഇട്ട് കൊടുക്കാം. പ്രോൺസിന് പകരം നിങ്ങൾക്ക് ചിക്കനും യൂസ് ചെയ്യാം. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പ്രോൺസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോൻ്റെ പേസ്റ്റാണ്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഫ്രഞ്ച് ഫ്രൈസാണ്, ഉരുളക്കിഴങ്ങ് പൊരിച്ചത്. അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് സോയാ സോസും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് സിസിലേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണിത്. ഇത് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും നിങ്ങൾക്ക് കഴിക്കാം. ഇങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.